ഹലോ. അപ്പോൾ ഇന്നും നമ്മളുടെ ഡ്യൂട്ടി ഗൈനിയിലായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഗൈനിയിൽ പോയി സെക്യൂരിറ്റിനെ കണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. റൗണ്ട്സിന് എത്തിയപ്പോഴത്തേക്കും നേരം വൈകിയിരുന്നു കേട്ടോ. ഏകദേശം പൗതിയോളമായിരുന്നു. അങ്ങനെ ഇച്ചിരി നേരം റൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കി വെച്ച് കുറച്ച് സാമ്പിളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പിൾ എടുത്ത് അയച്ചു കൊടുത്ത് പിന്നെ മെയിനായിട്ടുള്ള പരിപാടി ഡിസ്ചാർജ് കാർഡ് ചെയ്തലാണ്. ഡെലിവറി നോർമൽ ഡെലിവറി ആണെങ്കിൽ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും കേട്ടോ. വർഷങ്ങളായി ഇവിടെ പണി ചെയ്യുന്നു, എന്നിട്ടും നോക്കാണ്ട് ഏതറിയാത്ത ഡോക്ടർ ഫേസിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. പിന്നെ നൈസായിട്ട് ഒരു കുട്ടീനെ കളിപ്പിക്കാൻ നോക്കിയപ്പോൾ മുമ്പൊരാൾക്ക് രംഗണ്ണൻ അതേ എക്സ്പ്രഷൻ ആയിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ കങ്കാരു കെയറിന് വേണ്ടിയിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെ. കങ്കാരു കെയർ അറിയാത്തവർക്ക് വേണ്ടി പിന്നെ പറഞ്ഞ ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. പറഞ്ഞ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വന്നതാണോ? കുടിച്ചതിന് മുമ്പ് കരിമ്പിൻ ജ്യൂസ് നീ എന്താ ആനയോ? കരിമ്പ് കുടിക്കാൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് റെഡി ആക്കിയാണ് ഗൈസ്. കുടിച്ചിട്ട് വരാം. എങ്ങണ്ട് എങ്ങനെ അടി? ഹലോ ഗൈസ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഐസ്ക്രീം ഇന്ന് വാങ്ങി തരുന്ന അപർണയാണ്. ഐസ്ക്രീം ഈമ്പുന്ന ഐസ്ക്രീം, കോൺ ഐസ്ക്രീം, പാൽ ഐസ്ക്രീം, പിന്നെ എന്ത് ഐസ്ക്രീം ഉള്ളത്? കോണോ? കോണല്ലാത്ത ഐസ്ക്രീം ഇല്ല. ഐസ്ക്രീം അപർണ അങ്ങോട്ട് ഒരു സാധനം കാണിച്ചു തരാം. വേം വാ. യു ആർ അണ്ടർ CCTV. ഇങ്ങോട്ട് ഫണ്ണായോ? ചിരിക്കി ഗൈസ്, നിങ്ങളും CCTV ആണ്. സ്മൈൽ പ്ലീസ്, സ്മൈൽ ഗൈസ്. ഗൈസ്, ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പെണ്ണില്ലാത്തതുകൊണ്ട് കുട്ടിയില്ലാത്തതുകൊണ്ട് പെണ്ണുമില്ല. എന്തടീ, അനക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ചോ. ഗൈസ്, അപർണ വാങ്ങിയ പാലാണ് ഗൈസ്. 10 രൂപേൻ്റെ 10 പാക്കറ്റ്. എന്നാൽ പിന്നെ 20 രൂപേൻ്റെ വലിയ പാക്കറ്റ് വാങ്ങിയാൽ വരും. ബുദ്ധിയില്ല ഗൈസ്, വെറും ഒരു MBBS മാത്രം. ഗൈസ്, എങ്ങനെയാണ് പാല് ഫ്രഷ് എന്ന് നമുക്ക് നോക്കട്ടെ. തൈരെങ്ങനെ ആയിട്ടുണ്ടല്ലോ. ക്വാളിറ്റി ഗൈസ്. ഇന്നത്തെ ചലഞ്ച് ഈ ടേപ്പ് കൊണ്ട് നമ്മൾ അപർണയെ കെട്ടിയിടാൻ പോവുകയാണ്. വായെടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്നത്തെ ചലഞ്ചാണ് കാല് കൊണ്ട് ഇത് പൊക്കാൻ കഴിയുമില്ല എന്നുള്ളത്. നിസ്സാരം. ഇനി ഡോക്ടർ അപർണ കാണിക്കും ഗൈസ്. നമ്മളുടെ ചലഞ്ച് ചെയ്യുന്നു ഡോക്ടർ അപർണ. വാവ് അസലായിട്ടുണ്ട് കുട്ടി. ഭായ്, ഇൻകാ ബർത്ത്ഡേ गिफ्ट दे दो. और कैसे हो? इनका बर्थडे गिफ्ट आ गया है. हैप्पी बर्थडे बोलो. दो बर्थडे होते हैं साल में, 2 बार जन्म हुआ है. എന്താടാ വെയിലത്ത് നിൽക്കണേ? കറക്കും. ബ്ലാക്ക് ഷാവും. എന്നെ പോലെ നോക്കൂ. എനിക്ക് കുട പിടിക്കാൻ ആൾക്കാരുണ്ട്. കുട ഇങ്ങോട്ട് പാടി. ബ്ലാക്ക് കുടയിൽ നമ്മൾ ബ്ലാക്ക് ആവത്തില്ല. ഞാൻ വയറിലൊന്നും ആക്കിയിട്ടില്ല. അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നു. പിന്നെ എനിക്ക് പെണ്ണ് കിട്ടത്തില്ല. പൊടി അവിടുന്ന് എനിക്ക് വേണം. അഭിഷേകിന് പെണ്ണ് വേണം. എടാ കൊടയൊക്കെ വാടാ. കറക്കും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യണം ഗൈസ്. ആ ഡയലോഗ് പറയടാ. തീയിൽ കുരുത്തത് കരിഞ്ഞു പോയി ഗൈസ്. സച്ചിൻ കുട്ടൻ്റെ വെള്ളമാഗി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ സർട്ടിഫിക്കറ്റ് ഒക്കെ ശരിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് പോകുന്നതുകൊണ്ട് ഇൻറ്റേൺഷിപ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇവിടുത്തെ കൊടുത്ത നമ്മളുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു വാങ്ങണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിനി. പ്രസാദിക്ക് എന്തോ പരിപാടിക്ക് അവിടെ വന്നിരുന്നു കേട്ടോ. കുറേ പൈസ ഉണ്ടോ? തിരിച്ച് നോക്കട്ടെ. അത് കഴിഞ്ഞ് നേരെ കൊമേഴ്ഷ്യൽ കോംപ്ലക്സിലേക്ക് പോകുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്താ മക്കളെ, എന്താ പരിപാടിയാ? എന്തുവാ കണ്ണെടുക്കണോ? പായസം ഞാൻ വെള്ള ട്രീറ്റ് വന്ന. ആജ് ഖുഷ്ബു കാ ട്രീറ്റ്. പുഷ്പ സ്മൈൽ കറോ. പുഷ്പ പറഞ്ഞോ, പറയടാ. മുഹമ്മദ് ഫായിസ് പോയിട്ട് ധോണി വ്ളോഗ്സ് ആയിരിക്കും ചേർക്കണ്ടില്. നോക്കിയോ നീയൊക്കെ ഇച്ചിമുള്ളി. ഇതാ ഗൗരി സാശി, അഭിരാമി സാശി, സ്നേഹ സാശി, നീയും സാശി, ഞാനും സാശി. ധോണിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം पर्सेंट अच्छा नहीं है, फिर भी ठीक है. फिर मिलते हैं झारखंड में. आपको भी मिलते हैं झारखंड में. अंकल देख लो, ये पैकेट खोल के खा रहे हैं.
ഗൈസ് ഖുഷ്ബു പാക്കറ്റ് പൊടിച്ചിട്ട് കഴിക്കുക, പൈസ ഒന്നും കൊടുക്കണ്ടേ. खुशबू धूप लग रही है क्या? निकाल देना वो, मैं बताता हूँ सही आइडिया. निकाल दे. अरे निकाल तो दे. गाइस खुशबू जा रहे हैं नया टेक्निक से. और അങ്ങനെ ഖുഷ്ബുവിനെ പറഞ്ഞപ്പോഴത്തേക്കും അടുത്ത ദിവസമായിട്ടോ. അങ്ങനെ പിന്നെയും നമ്മളുടെ ഗൈനി ഡ്യൂട്ടിയിലാണ്. രാവിലെ തന്നെ പോയി റൗണ്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി. എന്തൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ നോട്ട്സും കാര്യങ്ങളൊന്നും എഴുതണ്ട കേട്ടോ. ആരാദ്യം എഴുതിയിട്ടുണ്ടാവും. കൊല്ലത്ത് ഇവിടെ കൊല്ലത്ത് പുറമ്പോക്കുമേ പുറമ്പോക്ക് पूछो डॉक्टर साहब. कटिंग शाही. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അറിയുന്ന ഒരു പേഷ്യൻറ്റ് കാണിക്കാൻ വന്നിരുന്നു. മൂപ്പരുടെ RBS ഇല്ലായിരുന്നു കേട്ടോ, ഷുഗറിൻ്റെ പ്രോബ്ലമാണ് മെയിനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറെ കൊണ്ടുപോയിട്ട് ഒന്നും കൂടി കാണിപ്പിച്ച് നമ്മൾ നോക്കും, പിന്നെ ഒന്ന് സാറിനെ കൊണ്ടും കാണിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജുമാക്ക് പോയി. മൂപ്പര് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി ആക്കാന്ന്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ജുമാക്ക് പോകുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. എത്ര വെയിലുണ്ടെങ്കിലും നമ്മൾ ആ ഒരു നമസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ. പിന്നെ കുറച്ച് പാസിലും കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തീർത്ത് അപ്പോൾ KSU